നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ആളുകൾ എന്നെ കാണുമ്പോൾ ഒരു ചോദ്യം മുന്നോട്ട് വയ്ക്കും. നിങ്ങൾ പിണറായി വിജയൻ വീണു, പിണറായി വിജയൻ നിലവിളിക്കുന്നു എന്നൊക്കെ വാർത്തകൾ കൊടുക്കാറുണ്ടല്ലോ. എന്നിട്ട് ആ പിണറായിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല. മാധ്യമപ്രവർത്തകരുടെയും സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്നവരുടെയും ഒക്കെ ഒരു പ്രതീക്ഷ മാത്രമല്ലേ പിണറായി വിജയൻ കസേര ഒഴിയുമെന്ന്? ന്യായമാണ് ഈ ചോദ്യം. ഇതേ ചോദ്യം മാധ്യമപ്രവർത്തകർ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയോടും ചോദിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ തിരിച്ചടിയെ തുടർന്ന് മുഖ്യമന്ത്രി മാറുമോ എന്നതായിരുന്നു ആ ചോദ്യം. സീതാറാം യെച്ചൂരിയുടെ മറുപടിയിൽ എല്ലാമുണ്ട്. മാധ്യമപ്രവർത്തകരുടെ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല സീതാറാം യെച്ചൂരി. എന്നാൽ ആ ചോദ്യം തള്ളിക്കളഞ്ഞില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കസേര തെറിക്കും എന്ന സൂചന തന്നെയാണ് സീതാറാം യെച്ചൂരി നൽകുന്നത്. യെച്ചൂരി തന്നെയാണ് വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത്. കേരളത്തിലെ പരാജയത്തെക്കുറിച്ച് കൃത്യമായി പരിശോധന നടത്തണമെന്ന് സീതാറാം യെച്ചൂരി തന്നെ ആദ്യം പറഞ്ഞു വെച്ചു. പിന്നീട് സംസ്ഥാന സമിതിയിൽ പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും MV ഗോവിന്ദൻ പിണറായി വിജയനെ അങ്ങ് പൊതിഞ്ഞു പിടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴിതാ CPMനുള്ളിൽ പുതിയ ചർച്ചകളും അഭ്യൂഹങ്ങളുമൊക്കെ ഉയരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുമെന്ന് ഒരു കൂട്ടർ ശക്തമായി വിശ്വസിക്കുന്നു. ജൂൺ 28 മുതൽ 30 വരെ കേന്ദ്ര കമ്മിറ്റി യോഗമാണ്. ഈ യോഗത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ പ്രതീക്ഷ. മുഖ്യമന്ത്രിയെ മാറ്റാൻ ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റി തീരുമാനമെടുത്തേക്കാം. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമൊക്കെ പങ്കെടുത്ത വിശദമായ ഒരു പോളിറ്റ് ബ്യൂറോ യോഗം നടന്നിരുന്നു. പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം CPM പുറത്തിറക്കിയ പ്രസ്താവനയിൽ കേരളത്തിലെ പാർട്ടിയുടെ പ്രകടനത്തിൽ കടുത്ത നിരാശയുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇത് സീതാറാം യെച്ചൂരിയുടെ നിർബന്ധം തന്നെ. സംസ്ഥാന തലത്തിൽ ആഴത്തിലുള്ള പഠനം നടത്തണമെന്നാണ് PB നിർദ്ദേശിച്ചത്. തുടർന്നായിരുന്നു ജൂൺ 16 മുതൽ 20 വരെ കേന്ദ്ര നേതാക്കളുടെ സാന്നിധ്യത്തിൽ സംസ്ഥാന നേതൃയോഗം ചേർന്നത്. ഈ നേതൃയോഗത്തിലും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വന്നു. കേരളത്തിൽ സംസ്ഥാന സമിതി ചേരുന്ന അതേ അവസരത്തിൽ കൊൽക്കത്തയിൽ വെച്ച് സീതാറാം യെച്ചൂരി കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചു. അതും ഇപ്പോഴത്തെ സംസ്ഥാന ഭരണത്തിനെതിരെ. 8 വർഷമായി CPM ആണ് കേരളം ഭരിക്കുന്നത്. എന്നിട്ടും ഒരു സീറ്റ് മാത്രമേ പാർട്ടിക്ക് ലഭിച്ചുള്ളൂ എന്ന് മാധ്യമപ്രവർത്തകർ സീതാറാം യെച്ചൂരിയോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ എതിർപ്പുകൾ ഉണ്ടാവുകയും മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന ചർച്ചകൾ ഉയരുകയും ചെയ്യുന്നു. ഇതെല്ലാം നമുക്ക് മുന്നിലുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. കേരളത്തിനെക്കുറിച്ച് തങ്ങൾക്കേറെ പ്രതീക്ഷകളുണ്ടായിരുന്നു എന്ന് യെച്ചൂരി പറഞ്ഞു. എന്തുകൊണ്ട് പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല എന്നതിൽ ആത്മപരിശോധന അനിവാര്യമാണ്. സീതാറാം യെച്ചൂരി പിന്നീട് തൻ്റെ മറുപടിയിൽ ചില സൂചനകൾ നൽകി. അതാണ് പിണറായി വിജയനെ മാറ്റും എന്നതിലേക്ക് ചർച്ചകൾ വഴിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ പിണറായി വിജയനൊപ്പമില്ല എന്ന് പാർട്ടി അണികളും നേതാക്കളുമൊക്കെ വിശ്വസിക്കുന്നു. ഏറ്റവും ഒടുവിൽ പിണറായി വിജയനെ എടുത്തു പൊരിക്കുന്നത് ജില്ലാ കമ്മിറ്റികളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനുമെതിരെയുള്ള വികാരമെന്നാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനങ്ങൾ ഉയർന്നത്. മകൾ വീണ വിജയനെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിച്ചു. മുഖ്യമന്ത്രിയുടെ ആ മൗനത്തിന് പാർട്ടി കനത്ത വില നൽകേണ്ടി വന്നു. ഇവിടെ കോടിയേരി ബാലകൃഷ്ണനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാതൃകയാക്കേണ്ടിയിരുന്നുവെന്നാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങൾ വിമർശിച്ചത്. മക്കൾക്കെതിരെ ആരോപണമുയർന്നപ്പോൾ തനിക്കും പാർട്ടിക്കും അതിൽ പങ്കില്ല എന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രസ്താവന. പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്നു. എന്നാൽ പിണറായി വിജയനിത മുഖ്യമന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നു. ഇതേ ഭാഷയല്ല ജില്ലാ കമ്മിറ്റിയിലെ വിമർശനങ്ങളിൽ അംഗങ്ങൾ ഉയർത്തിയത് എങ്കിലും രക്തച്ചുരുൾ ഇതുതന്നെ. മുഖ്യമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ കാട്ടിയ മാതൃക കാട്ടിയില്ല എന്നും സർക്കാരിനെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കാൻ അത് കാരണമായി എന്നും എറണാകുളം ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുമൊക്കെ മാധ്യമങ്ങളോട് ഇടപെടുന്നത് ശരിയായ രീതിയിലേ അല്ല. ബിഷപ്പ് ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് അതിരുവിട്ട വാക്കുകളാണ് എന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനങ്ങൾ ഉയർന്നു. 30 പേരാണ് ചർച്ചകളിൽ പങ്കെടുത്തത്. 5 പേർ അഭിപ്രായം എഴുതി നൽകുക വരെ ചെയ്തു. എന്തായാലും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നടക്കുന്ന ജില്ലാ കമ്മിറ്റികളിൽ പിണറായി വിജയനെ എടുത്തിട്ട് പൊരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനിയും ആ കസേരയിൽ കടിച്ചു തൂങ്ങിക്കിടക്കാൻ മുഖ്യമന്ത്രിക്ക് എത്ര കാലം കഴിയും? പ്രത്യേകിച്ച് പാർട്ടി അണികളും നേതാക്കളുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണത്തിനെതിരെയും നേതൃത്വത്തിനെതിരെയും ഇത്ര ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ
മൈക്കിനോട് പോലും ഈ മുഖ്യമന്ത്രിക്ക് അരിശമാണ്. ഇത്തരം പെരുമാറ്റ രീതികൾ കമ്മ്യൂണിസ്റ്റിന് ചേർന്നതല്ല എന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങൾ. ഇത്തരം പെരുമാറ്റങ്ങൾ ജനങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയെ അകറ്റുമെന്നും തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് അതാണ് എന്നും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. 30,000-ഓളം ഇടത് വോട്ടുകൾ പത്തനംതിട്ടയിൽ ചോർന്നിരിക്കുന്നു. മന്ത്രിമാർക്ക് കത്ത് കൊടുത്തിട്ട് പോലും തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ പുച്ഛമാണെന്നും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞു. EP ജയരാജൻ്റെയും AK ബാലൻ്റെയും MV ഗോവിന്ദൻ്റെയും ഒക്കെ പേരെടുത്ത് വിമർശിക്കുകയായിരുന്നു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നമ്മൾ കേട്ടത്. യോഗങ്ങളിൽ സംസാരിക്കുമ്പോഴും മാധ്യമങ്ങളിൽ പ്രതികരിക്കുമ്പോഴുമൊക്കെ ലോകത്തോടാണ് സംസാരിക്കുന്നത് എന്ന കാര്യം നേതാക്കൾ മറന്നു. ഈ ജാഗ്രത കുറവാണ് വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയത്. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയ്ക്കെതിരെയും കടുത്ത വിമർശനങ്ങൾ പാർട്ടി നേതാക്കളിൽ നിന്ന് ഉയരുന്നു. സിദ്ധാർത്ഥൻ കേസിലടക്കം ആർഷോയുടെ സമീപനം പാർട്ടിക്ക് തിരിച്ചടിയായി. SFI നേതൃത്വത്തിൽ ശക്തമായ തിരുത്തൽ വേണമെന്നും അംഗങ്ങൾ പറയുന്നു. സംസ്ഥാന സമിതിയിലെ രൂക്ഷമായ വിമർശനങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റികളിൽ ഇത്ര ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നത്. നേരത്തെ സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രാ വിവാദം അടക്കമുള്ള വിഷയങ്ങളിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അനവസരത്തിലെ യാത്ര അനാവശ്യ വിവാദങ്ങൾക്കിടയാക്കി. മൈക്കിനോട് പോലും കയർക്കുന്ന തരം അസഹിഷ്ണുത ജനങ്ങളിൽ അപമതിപ്പുണ്ടാക്കി. പൊതുസമൂഹത്തിലെ ഇടപെടലുകളിൽ നിലവിലുള്ള ശൈലി തിരുത്തപ്പെടേണ്ടത് തന്നെയെന്നാണ് സംസ്ഥാന സമിതി വിലയിരുത്തിയത്. ഇപ്പോഴിതാ ജില്ലാ കമ്മിറ്റികളിലടക്കം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു പോകുമ്പോൾ ഇനി MV ഗോവിന്ദന് പിണറായിയെ എങ്ങനെ സംരക്ഷിച്ചു നിർത്താൻ കഴിയും? പ്രത്യേകിച്ച് സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ രംഗത്തെത്തിയ സ്ഥിതിക്ക് ഇപ്പോഴിതാ P ജയരാജൻ ചില കാര്യങ്ങൾ തുറന്നടിച്ചു. ശൈലജ കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയായിരുന്നു എന്ന് കൃത്യമായി P ജയരാജൻ പറഞ്ഞു വച്ചിരിക്കുന്നു. ശൈലജയെ വടകരയിലിട്ട് തോൽപ്പിക്കുകയായിരുന്നു. ആ തോൽപ്പിക്കലിന് പിന്നിൽ CPM ആണോ കോൺഗ്രസ് ആണോ എന്ന് പേരെടുത്ത് പറയുന്നില്ല P ജയരാജൻ. അതുകൊണ്ട് തന്നെ കേൾക്കുന്നവർക്കൊരു കാര്യം വ്യക്തമാണ്. ഭാവി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരാനിടയുള്ള ശൈലജയെ വടകരയിലിട്ട് അങ്ങ് തോൽപ്പിച്ചു കളഞ്ഞു, അതും പാർട്ടിക്കാർ. സംസ്ഥാന സമിതി എല്ലാ തലങ്ങളിലും പിണറായി വിജയനെ വിമർശിച്ചിരുന്നു. തൊട്ടു പിന്നാലെ ജില്ലാ കമ്മിറ്റികളിൽ ഒന്നൊന്നായി വിമർശനങ്ങൾ ഉയരുന്നു. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിലും വിഭിന്നമായിരുന്നില്ല വിമർശനങ്ങളുടെ തോത്. പിണറായി വിജയനെ അനുകൂലിക്കുന്ന ശക്തമായ ഒരു വിഭാഗമുള്ള ജില്ലാ കമ്മിറ്റിയാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ പേരെടുത്ത് അത്ര വലിയ വിമർശിക്കാൻ ധൈര്യമുള്ളവർ കെൽപ്പുള്ളവർ അവിടെയില്ല. എന്നാൽ മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ചില അംഗങ്ങൾ ഉയർത്തി. തൃശ്ശൂർ മേയർക്കെതിരെയും മുഹമ്മദ് റിയാസിനെതിരെയും രൂക്ഷമായ പ്രതികരണങ്ങളാണ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥയാണ് അംഗങ്ങൾ എടുത്തു പറഞ്ഞത്. ഇതും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ തലം മുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ വരെ തിരുത്തലിന് CPM തയ്യാറെടുക്കുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാർട്ടി നേതാക്കളുടെ നാവിന് കടിഞ്ഞാനിടും. നേതൃയോഗങ്ങളിലെ തീരുമാനപ്രകാരം സാധാരണ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകി സർക്കാരിൻ്റെ മുൻഗണനാ വിഷയങ്ങൾ ഇനി പുനഃക്രമീകരിക്കും. ചുരുക്കത്തിൽ പിണറായി വിജയൻ്റെ ഏകാധിപത്യം അനുവദിക്കരുത് എന്ന് പറയുന്ന അംഗങ്ങൾ ഏറി വരുന്നു CPMനുള്ളിൽ. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ആരോപണം ഇടതു സർക്കാരിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി എന്ന് എറണാകുളം ജില്ലാ കമ്മിറ്റി കൃത്യമായ വിമർശനമാണ് ഉയർത്തിയത്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മാധ്യമങ്ങളോട് ഇടപെടുന്നത് ശരിയായ രീതിയിലല്ല എന്നും എറണാകുളം ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങൾ പറഞ്ഞു. മകൾക്കെതിരെയും കരിമണൽ കമ്പനിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ്റെ മാതൃക കാണിക്കണമായിരുന്നു. സംഗതി കൈവിട്ടു പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുസ്ലിം ലീഗിനെ അടക്കം കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത്. മുസ്ലിം പ്രീണനമാണ് തനിക്ക് മേൽ ചാർത്തിയിരിക്കുന്ന ഏറ്റവും വലിയ കളങ്കമെന്ന് പിണറായി വിജയൻ തിരിച്ചറിയുന്ന നിമിഷങ്ങൾ. അതുകൊണ്ട് തന്നെ മുസ്ലിം പ്രീണനം എന്ന ആരോപണത്തിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ തടിയൂരണം. ന്യൂനപക്ഷ പ്രീണനം എന്ന ആരോപണത്തിൽ നിന്ന് തടിയൂരാനായി തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ചില സമുദായങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായ ഭാഷയിലാണ് ഇക്കഴിഞ്ഞ ദിവസം വിമർശിച്ചത്. ക്രൈസ്തവ സഭാ നേതൃത്വത്തെ പരോക്ഷമായി വിമർശിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. തൃശ്ശൂരിൽ BJPയെ സഹായിച്ച ശക്തികൾ അവരുടെ നിലപാട് ശരിയായിരുന്നു എന്ന് ചിന്തിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തോൽവിയിൽ നിന്ന് തടിയൂരാൻ സർവ്വതന്ത്രങ്ങളും പയറ്റുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ ലീഗിനെ മാത്രമല്ല ക്രൈസ്തവ സമുദായത്തെ അടക്കം ഇപ്പോൾ പരോക്ഷമായി വിമർശിച്ച് കളത്തിലിറങ്ങാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം.
ലീഗിന് മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രി ഉയർത്തുമ്പോൾ ഇതുവരെ CPM-ഉം പിണറായിയും ഒക്കെ പൊക്കിപ്പിടിച്ച ആശയങ്ങളാണ് നിലംപൊത്തുന്നത്. മുസ്ലിം ലീഗിനെ തങ്ങളുടെ ഇടതുപക്ഷ ചേരിയിലേക്ക് കൊണ്ടുവരാൻ ആവോളം ശ്രമിച്ചു, ഒടുവിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയപ്പോൾ നേരെ ലീഗിൻ്റെ നെഞ്ചത്തേക്ക്. സംഗതി പിണറായി വിജയൻ്റെ കയ്യിൽ അത്ര ഭദ്രമല്ല എന്ന് വ്യക്തം. നേരത്തെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട നായകനാണ് ഭരണത്തിൻ്റെ സാരഥിയെന്ന് സുധാകരൻ മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തിയിരുന്നു. ജനങ്ങളുമില്ല അണികളുമില്ല എന്നതാണ് ഇപ്പോൾ CPM-ൻ്റെ ഗതി. ഈ ഒരു പരഗതിക്ക് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശൈലി തന്നെയാണ് എന്ന് ഓരോ പാർട്ടി പ്രവർത്തകരും അണികളും തിരിച്ചറിയുന്നു. ജില്ലാ കമ്മിറ്റികളിൽ ഉയരുന്ന രൂക്ഷമായ വിമർശനത്തിന് എന്തു മറുപടിയാണ് പിണറായി വിജയന് നൽകാനുള്ളത്? പാർട്ടി ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റം. മുഖ്യമന്ത്രിയുടെ ശൈലി അത്ര പെട്ടെന്നൊന്നും മാറില്ല എന്ന് കേരളത്തിലെ എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ എളുപ്പം മുഖ്യമന്ത്രിയെ മാറ്റുന്നതാണ് എന്ന് സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ തിരിച്ചറിയുന്നു. പലരും ഇക്കാര്യം പച്ചയ്ക്ക് പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി എത്ര കാലം ആ കസേരയിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കാൻ പിണറായി വിജയന് കഴിയും? ഈ ചോദ്യമാണ് കേരളത്തിൽ ശക്തമാകുന്നത്, പ്രത്യേകിച്ച് പാർട്ടി അണികൾക്കിടയിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.